അമ്മാമോ നമ്മുടെ ആനയിറങ്ങാൻ ഒരു ഭയങ്കര വിഷയമാണ്. ഇതൊരു ഭയങ്കര സംഭവമാണല്ലേ? സംഭവം എന്താ ചെയ്യാനാ ഇപ്പൊ നമ്മള്. പേരെന്തുവായിരുന്നു? എന്റെ പേര് ഗ്രേസി ജോസഫ്. എത്ര വർഷമായിട്ട് താമസിക്കുന്നുണ്ട്? ഞങ്ങള് ഞാൻ വന്നിട്ട് എന്റെ വീട് കോന്നിയിലാണ്. ഞാൻ വന്നിട്ട് ഇപ്പൊ 45 കൊല്ലമായി. കോന്നിയിലാണല്ലേ? ആന്ന്. എന്നെ കെട്ടിച്ചോണ്ട് വന്നാണ് ഇവിടെ. അവിടുന്ന്. അപ്പൊ അവിടെ ആന ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. അവിടെ ആനയുണ്ട്, പക്ഷെ ഇപ്പോഴാണ് ആന ശല്യം. അവിടെ അന്ന് ആന ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വന്നിട്ടും ഇപ്പൊ ഒരു 7-8 കൊല്ലം കൊണ്ട് ആന ശല്യം. അതിന് മുമ്പ് ആന ശല്യം ഇല്ലായിരുന്നു. ആണല്ലേ? ആനയെന്ന് പറഞ്ഞ സാധനം ഇല്ല, ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ആന ശല്യം ഭയങ്കരമാണ്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം വന്നതാണോ? ആണോ. എത്ര കൂടെ വാഴ എടുത്ത്? വാഴ ഇപ്പൊ ഇവിടെ തന്നെ ഒരു 10-25 കൂടെ എടുത്തു. തൊട്ടപ്പുറത്ത് ഹെൽത്ത് സെന്റർ ആണ്. ഹെൽത്ത് സെന്റർ. അപ്പൊ ഈ രാത്രി നമ്മൾ അറിഞ്ഞില്ലേ ആന വരുന്ന? ഞങ്ങള് പടക്കം ഓരോരുത്തർക്ക് പൊട്ടിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കും. അല്ല, ഇതേ കൊലയൊന്നും ഒരു പരുവം പോലും ആയില്ലല്ലോ. ഒരു പരുവം ആയില്ല. നമ്മള് വിൽക്കാനാന്നേലും ഒന്നിനും പോലെ ആന കൊല തിന്നത്തില്ല. ആന കൊല വിരിഞ്ഞ് മാറ്റി വെച്ചിട്ട് അതിന്റെ പിണ്ടിയാണ് തിന്നുന്നത്. പിണ്ടി മാത്രമേ തിന്നത്തുള്ളൂ. ഇതിപ്പോ ഞങ്ങള് പടക്കം പൊട്ടിച്ചപ്പോ ഓരോരുത്തർക്ക് പടക്കം പൊട്ടിക്കും ആന ചെല്ലുമ്പോ. അന്നേരം അവര് പടക്കം പൊട്ടിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കും ആന വരുന്നുണ്ടോ നോക്കിയിരുന്നു. ഇനിയിപ്പോ ഈ ആന വന്ന് പരിചയം ഈ നിൽക്കുന്ന വാഴയൊക്കെ ഇനി എടുക്കാൻ വരുമോ? അത് നമ്മൾ ഇപ്പൊ നോക്കിയിരിക്കുക. നമ്മൾ രാത്രി ജനലും തുറന്നിട്ടില്ല, എല്ലാം ഫ്രണ്ട് ലൈറ്റും എല്ലാം വെളിയിലെല്ലാം ലൈറ്റ് വിട്ടോണ്ട് നോക്കിയിരിക്കും. പരമാവധി എല്ലാം തിന്നെ അതിന്റെ പിണ്ടിയാണ് തിന്നുന്നത്. അതപ്പോ ഇത് പൊളിച്ച് മൊത്തം അതിന്റെ പിണ്ടി തിന്നുക. ഈ വനത്തിന്റെ അവിടുത്തെ ഫെൻസിങ്ങോ കാര്യങ്ങളോ? അത് ഫെൻസിങ് ഇട്ടെങ്കിൽ അതിപ്പോ പ്രയോജനമില്ല. എത്ര വർഷമായി ഫെൻസിങ് ഇട്ടിട്ട്? 10 കൊല്ലത്തിൽ ആയി കാണും. 10 കൊല്ലത്തിനും വിട്ടാണ്. അത് അവര് പിന്നെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് സുരക്ഷാ വേലി ഉണ്ടെങ്കിലേ കുറച്ചൊക്കെ വന്യമൃഗശല്യം ഒഴിവാകത്തില്ല. ഫെൻസിങ് ഇട്ടോണ്ട് നമുക്ക് പ്രയോജനമില്ല. കിടങ്ങ് വരുവാണെങ്കിൽ അതാവും. സോളാർ ഇട്ടോണ്ട് പ്രയോജനമില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാനാ നമ്മള്? അത്യാവശ്യം സോളാർ ഫെൻസിങ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ. അല്ല പാറയുള്ളതുകൊണ്ട്, ചാലുള്ളതുകൊണ്ട്, പിന്നെ റോഡുള്ളതുകൊണ്ട് അവിടെ എടുക്കാനൊക്കത്തില്ലല്ലോ. അപ്പൊ അവിടെ എന്തേലും സോളാറോ എന്തേലും ഇറങ്ങാത്ത രീതിയിൽ. ആന ഇപ്പൊ വന്നിറങ്ങിയപ്പോ ഇത് എങ്ങനെ കണ്ടു? പിന്നെ ഞങ്ങളൊരു 4:45 വരെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോ ആന വന്നിട്ടില്ല. അത് കഴിഞ്ഞ് മഴ പെയ്തപ്പോ എന്നാ ഞാൻ പറഞ്ഞ 5 മണി. ഞങ്ങൾ പറഞ്ഞ 5 മണിയായി. അപ്പൊ 6 ഇനി ആന വരത്തില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കിടന്നു. ഉറങ്ങിപ്പോയി. അന്നേരം പിന്നെ ചാലിയൊക്കെ എസ്റ്റേറ്റ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നപ്പം പിന്നെ ആന ഇവിടെ നിൽക്കുക. 5 ആനയുണ്ട്. താമസക്കാർ കുറച്ച് വീട്ടുകാരുണ്ട്. അവിടെ കുറച്ച് വീട്ടുകാരുണ്ട്. ഒരു 10-20 വീട്ടുകാർ. റോഡ് അവസാനിക്കുക. പിന്നെ അന്നേരം 3 എണ്ണം ഇതിനകത്ത് നിൽപ്പുണ്ട്, 2 എണ്ണം റോഡിൽ നിൽക്കും. തെങ്ങൊക്കെ തെള്ളുക ആന. ആട്ടന്റെ മോനാണ് അവൻ. ചാലിക്കര എസ്റ്റേറ്റ് ജോലി കഴിഞ്ഞ് വരുവാണ്. വന്നപ്പോഴാണ് നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇതുപോലെ ആന നിൽക്കുക. പിന്നെ അവരെ ആളിനെ കൂട്ടി എല്ലാരും കൂടെ കൂടി ഓടിച്ചു വിട്ടു. എപ്പോ ഏത് സമയത്ത് വിളിച്ചാലും ഫോറസ്റ്റുകാർ വരും. ഒരു പരുവാവാത്ത കൊലകളാണല്ലോ. ആന്ന്. കൊല ആവശ്യമില്ല ആനയ്ക്ക് കൊലവേ വേണ്ട. തിന്നതുമില്ല. അകത്തെ പിണ്ടിക്കാണ് ആനയ്ക്ക് താല്പര്യം. അത് മാത്രമേ തിന്നത്തുള്ളൂ. മറ്റേ തള്ളി അങ്ങ് മറിച്ചിട്ടേക്കുവാ. എല്ലാം തള്ളി മറിച്ച് എല്ലാം ഇട്ടേക്കുവാ. പിന്നെ എന്ത് ചെയ്യാനാ നമ്മളിപ്പോ? പക്ഷെ ആന ഒന്നുകൂടെ ചായച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ ദൈവത്തിനും കൂടെ തെങ്ങ് വീണില്ല. ആന ഒരു 3-4 ഇടി തെങ്ങൽ ഇടിച്ചു. ഞാൻ ചെറുതായി താമസിക്കുന്നതാണ്. കിഴക്ക് അതൊക്കെയാണ് ആനയുടെ ഭയങ്കര ബഹളവും. രണ്ടുപേരും വാഴയൊക്കെ എടുക്കുകയും ഭയങ്കര നാശം ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുക. റബ്ബർ തെള്ളുന്നുണ്ട്. ഓരോരുത്തരെയാണെങ്കിൽ ഇപ്പം വെക്കുന്ന തൈയുടെ റബ്ബറൊക്കെ എടുത്ത് കളയുകയും ഒക്കെ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ കറുവെന്നുള്ളവരൊക്കെ ഈ അടിച്ച് ഇങ്ങോട്ട് ഈ വനത്തിലേക്ക് കയറ്റി വിടണമെന്നും പറഞ്ഞുകൊണ്ട് ആകപ്പാട് അവർ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവരാരും അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കാനോ ഒന്നും പോയാൽ എന്നിട്ടും ഇവിടെ ഇല്ലാതെ ഉള്ള ആനകളെ മൊത്തം 2 ഏരിയയിലും അടിച്ചു കയറ്റി വിട്ടേക്കുക. ഒന്ന് ഈ ഇക്കര ഭാവവും ഒന്ന് ഇഞ്ചപ്പള്ളി ഭാവവും അടിച്ചു കയറ്റി വിട്ടേക്കുന്ന കാരണം ഇവിടെ ഒറ്റപ്പെട്ട ഒരു ആന അതിനെക്കാട്ടിലും ശല്യമായിട്ടിരിക്കുക. ഒരു പെൺകുട്ടി, ഒരു പെണ്ണാനയുണ്ട്. അത് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കാറുള്ളവരുടെയൊക്കെ വാഴയും ഒന്നും പിന്നില്ലെന്നുണ്ടെങ്കിൽ കപ്പയും എന്തെല്ലാം സാധനങ്ങളെ ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള നഷ്ടപരിഹാരങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും ചെയ്തതിലേ പറ്റത്തോ. ഒന്നിൽ ഈ ആനയെ പിടിച്ചോണ്ട് പോവോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വനത്തിൽ എവിടെയെങ്കിലും കൂടുതൽ കയറ്റിയിടുവോ എന്തെങ്കിലും ചെയ്യണം. ഞങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ജീവിക്കാനൊക്കത്തില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാ. ഞങ്ങൾ ഇവിടെ ഈ 1-2 സ്ഥലം ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. ഈ ഏക്കറിന് കണക്കിന് സ്ഥലമുള്ളവർ 15 ലക്ഷം രൂപ കിട്ടിയ എവിടെ പോയി ജീവിക്കാനാ ഇപ്പോഴത്തെ കാലത്ത്? ചേട്ടാ, പേരെന്തുവാ? എന്റെ പേര് മുരളീധരൻ. ഇപ്പൊ നമ്മൾ ഈ ചെറുകടവിലെ ആനശല്യം തെന്മല 1-ാം വാർഡിൽ എങ്ങനെയാണ് ഇപ്പൊ ഫെൻസിങ് ആണ് നമ്മൾ കാണുന്നത്. ഈ ഫെൻസിങ് ഇട്ടത് എത്ര വർഷമായി? ഒരു 10 വർഷം ആയിട്ടുണ്ട്. 10 വർഷമായില്ലേ? ഈ 10 വർഷമായിട്ട് ഈ ഫെൻസിങ് പൊളിഞ്ഞോട്ടൊന്നും ചെയ്തിട്ടില്ല. യാതൊരു പ്രയോജനവും. ഇത് ആന വന്ന് മരം തള്ളുക, ചവിട്ടി ഇറങ്ങുക, കൃഷി ഇറങ്ങുക. ആന ഇവിടുന്ന് ത്രൂവായിട്ടിങ് ഇറങ്ങി വരും. വഴി ഇറങ്ങി വരും. ഇങ്ങനെ ഇറങ്ങി വരും അല്ലേ? അത് അതിന്റെ വഴികളായി കാണുന്നത്. ഈ കാണുന്ന അങ്ങനെ പ്രത്യേകിച്ച് ഇടഞ്ഞു പോരും. ഫിനിഷിങ്ങിന്റെ മണ്ടേ കൂടെ മരം തള്ളുക, തള്ളിയിട്ട് നമുക്ക് സുഖമായിട്ട് ഇറങ്ങും. അപ്പൊ ഈ മരം തള്ളുമ്പോൾ ഇതിന്റെ ഇറത്തങ്ങ് പോകും. പിന്നെ പണിയൊന്നുമില്ല.
പിന്നെ പറക്കില്ല, അങ്ങനെ കിടക്കും. ഇതുപോലെ പലയിടത്തും അങ്ങനെ തന്നെ ദിവസം ഇത് തന്നെ പണി. ചേട്ടാ ഇതുവഴിയാണോ നടന്നു പോകുന്നത്? അതാണോ എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. രാത്രിയൊക്കെ പോവോ? രാത്രി പോകുന്ന കാലമാണ്, പക്ഷെ ഇപ്പൊ രാത്രി ഒന്നും പോകാൻ പറ്റില്ല. എന്താ കൃഷിപ്പണിയാണോ? ആ, കൃഷിയാ. അപ്പൊ നമ്മൾ ആനയുടെ മുമ്പ് പെട്ടിട്ടുണ്ടോ? ആനയുടെ മുമ്പ് ഇതുപോലൊക്കെ അടുത്ത് ചെന്നിട്ടുണ്ട്. ആന ചാടിച്ചിട്ടൊന്നുമില്ല. പിന്നെ വൈകിട്ടിറങ്ങുമ്പോൾ പെരട്ടി ഓടിക്കുമ്പോ ആന തിരിഞ്ഞൊക്കെ ചാടിക്കുന്നുണ്ട്. തീറ്റ എടുക്കാൻ വരും അല്ലയോ? തീറ്റ എടുക്കാൻ പറ്റും. ഇതിപ്പോ എല്ലാരും രാത്രി പോകുന്ന ഒരു വഴിയാണ്. നമ്മൾ അപ്രതീക്ഷയോട് വരുമ്പോ ആനയുടെ രാത്രി നിൽക്കും അല്ലയോ? നിൽക്കും. യാദൃശമൊക്കെ നിൽക്കുന്നുണ്ട്. ആന ഇപ്പൊ ശല്യം കൂടുതൽ തന്നെ. കൂടുതലാണ്. പക്ഷെ ആളുകൾക്ക് ഉപദ്രവമില്ല. കൃഷി എടുക്കുന്നു. കൃഷിക്കകത്ത ആൾക്കാരെ ഇപ്പം കൃഷിക്കകത്ത് ഇറങ്ങുമ്പോ ആൾക്കാർ ചെല്ലുമ്പോ ഓടിക്കുന്ന ആനയുണ്ട് ഈ കൂട്ടത്തിൽ. നമ്മൾ കൃഷിപ്പണിയുണ്ടോ? ഉണ്ട്. ഇപ്പൊ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കൃഷിയൊക്കെ നല്ല രീതിയിലേക്ക് നടന്നതാ. പക്ഷെ ഇപ്പൊ അത് ചെയ്യാനൊരു മനസ്സ് വരുന്നില്ല. കാര്യം പ്രയോജനം വരുന്നില്ല. ആന അല്ലാതെ കാട്ടുപോത്തും ഒക്കെ ഉണ്ട്. കാട്ടുപോത്തുണ്ട്, മറ്റേ മൃഗങ്ങളൊക്കെ ഉണ്ട്. മ്ലാവ് ഉണ്ട്. മ്ലാവൊക്കെ കണ്ടവനം. അപ്പൊ ഇവിടുന്ന് ത്രൂ ആയിട്ട് ആനയ്ക്ക് ഇറങ്ങാം. ഒരു തടസ്സവും ഇല്ലല്ലോ ഈ ഭാഗത്ത്? ഒരു തടസ്സവും ഇല്ല. ഇതങ്ങ് വനം തന്നെ. അച്ചൻകോവിലോരെ കിടക്കുന്ന വനങ്ങളാണ്. ഏത് ഡിവിഷൻ വരും ഇത്? അമ്പലാർ ഡിവിഷൻ വരും. അമ്പലാർ ഡിവിഷൻ. ഇത് കഴിക്കും ഇങ്ങനെ വനം പ്രദേശം. ഏത് വനത്തിൽ കിടക്കുന്ന ആനയ്ക്ക് ഇവിടെ കയറാൻ ഇവിടെ വരാം. തമിഴ്നാട്ടിൽ നിന്ന് വരെ വരാം. അച്ചൻകോവ് ഭാഗത്തും ഈ വനം യോജിച്ച് കിടക്കുന്ന വനമാണ്. നമ്മളിപ്പോ ആന ഓടിച്ചു വിട്ടില്ലേ? അതായത് കറവൂരിന്ന് ആനക്കുളത്തുനിന്ന് ആന ഓടിച്ച് കറവൂര് വഴി നമ്മൾ ഇപ്പുറത്ത് കയറ്റിന്നാ പറയുന്നത്. പക്ഷെ ഇന്നലെ വൈകിട്ട് ഒരു ആന 6 മണിക്ക് നമ്മുടെ പള്ളിയുടെ കുരിശുപള്ളിയുടെ മോളില് ടവറിന്റെ അവിടുന്ന് റോഡിൽ ഇറങ്ങി 6 മണിക്ക്. അപ്പൊ ആന തിരിച്ച് അതുവഴി എങ്ങനെ വരാൻ കാരണം എന്തോ? ആനയെ പറ്റി അറിയാലോ, എത്ര വർഷം താമസിക്കുന്നുണ്ട്. അത് വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിന് ഈ വനമായിട്ടും മറ്റ് തോട്ടമുണ്ട്. അതിലെ കൂടെ അത് കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. തോട്ടത്തെ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വനമാണ്. ഈ കുട്ടിവനങ്ങളാണ് അങ്ങോട്ട്. അപ്പൊ തോട്ടം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വനം. അങ്ങനെയാണ് അതിന്റെ. ആന ഈ പോകുന്ന വഴി പിന്നെ മറക്കത്തില്ലല്ലോ? ആന പോകുന്ന വഴി അങ്ങനെ മറക്കത്തില്ല. എത്ര വർഷം വഴി വരും? അവൻ ആ വഴി തന്നെ വരും. അപ്പൊ ഈ ഓടിച്ചു വിട്ട ആന തന്നെ തിരിച്ചു കയറി എന്നാ പറയുന്നത്? അത് തന്നെ വരും. പിന്നെ അതിന്റെ പുറകെ ബാക്കിയുള്ള ആനകളൊക്കെ ചെന്നോളും. ആനയെ ഓടിച്ചു വിടുമ്പോ കൂട്ടം തെറ്റി പോകുന്നോണ്ടാണോ തിരിച്ചു വരുന്നത്? അല്ല, ഈ കൂട്ടമൊന്നും തെറ്റിയല്ല ഇത് തിരിച്ചു വരുന്നത്. ഇത് ആന തീറ്റിക്ക് വേണ്ടി നടക്കുന്ന ആനയായത്. കൃഷി തിന്ന് ആന പഠിച്ചുപോയി. വനത്തിലായ അങ്ങനെ തങ്ങുന്നില്ല. രാത്രി കൃഷി തിന്നുക, വെറ്റി ഓടിക്കുമ്പോൾ വനത്തിലൂടെ നിൽക്കുക. നിൽക്കും, പോകത്തില്ല. ദൂരെ പോകത്തില്ല. അടുത്ത് തന്നെ കാണും. ഇപ്പോഴും ഞാൻ ഇവിടെ കാണും. സന്ധ്യ ഇറങ്ങാനായിട്ട് ഇവിടെ അപ്പുറത്തിറങ്ങും. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇറങ്ങിയിരിക്കും. ഇവിടെ ചെറുടെ താമസിക്കുക പല പ്രാവശ്യം ഇതുപോലെ പത്രക്കാര്. എന്റെ പേര് അപ്പുകുട്ടനാശാരി. ഞാൻ വെളുപ്പിനെ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ വെട്ടാൻ വരുന്ന. ഇത് ഇന്നലെ ആണെങ്കിൽ 6 മണിക്ക് വെട്ടാൻ വന്നപ്പം ആന ഇവിടെ നിന്ന് വാഴ എടുത്തുകൊണ്ടിരിക്കും. 10 അടി കേസ്. ഇത് അതിനു മുമ്പ് വെളുപ്പിനെ വന്നപ്പോഴാണ് ഇവിടെ എടുത്തത്. അത് 5 മണിക്കാണ് ഇവിടെ വന്നത്. തോട്ടത്തിൽ നിന്ന് വെട്ടുകാർ വന്നപ്പം അവിടുത്തെ പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. എല്ലാ ദിവസവും കാണുന്നുണ്ട്. രാവിലെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. എന്നല്ല എന്തോ ചെയ്യും. അതുകൊണ്ടൊന്നും ഒരു തരത്തിലും നമുക്ക് നേരം വെളുത്ത് പോലും ഇറങ്ങി നടക്കാൻ വയ്യാത്തൊരു സ്ഥിതി വന്നിരിക്കും. എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞു. അവരിങ്ങോട്ട് വരിക, എന്തെങ്കിലും കാണിക്കുക, പോവുക. ഇപ്പൊ MLA വന്നെന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി ഒരു വിവരവും ഇവിടെ ആരും അറിഞ്ഞില്ല. ആരറിഞ്ഞു? ആരോടാ പറഞ്ഞ ഇത്? ഇവിടെ ഞങ്ങളാരും അറിഞ്ഞില്ല. അവര് കുറെ പേര് ഇവിടെ വന്ന്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇവര് എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നത് ചോദിച്ചവൻ പറഞ്ഞ് ഇവിടെ MLA വന്ന് നിങ്ങളാരും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞില്ല. പിന്നെ മൊബൈലിലൊക്കെ ഇട്ടെന്ന് പറയുന്നത്. നമുക്ക് അല്ലാതുള്ള മൊബൈൽ ഇപ്പൊ എല്ലാത്തവര് അറിയുമത്. മെമ്പർ പറഞ്ഞില്ലേ? മെമ്പർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പർ വരുമല്ലോ. മെമ്പർ പോലും അറിഞ്ഞില്ല. അറിയാതെ അവരുടെ ആൾക്കാർ മാത്രം വന്ന് ഇവിടെ എന്തൊക്കെ പറഞ്ഞ് കണ്ടിട്ട് പോയെന്ന് പറയുന്നു. സാധാരണ ഒരു MLA ജയിച്ചു പോയി കഴിഞ്ഞാലൊക്കെ പാർട്ടി വരുന്നെന്ന് പറയുന്നത് അത് ഒന്നേ നോട്ടീസ് അടിക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള മറ്റേ അലോൺസ്മെന്റ് ചെയ്യുക. ഇതൊന്നുമില്ലാതെ ഇങ്ങോട്ട് വന്ന് അവരുടെ കുറെ ആൾക്കാർ എന്തൊക്കെയോ സംസാരിച്ച് പോയെന്ന് പറയുന്നു. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അല്ലെങ്കിൽ MLA വന്നപ്പോ ഇതെല്ലാം അന്നൊന്ന് കാണണ്ടേ? ജോലിക്ക് ആന കൊണ്ട് പറ്റുന്നില്ല. കൂലിപ്പണിക്കാർക്ക് രാവിലെ വാന കൊണ്ട് പറ്റുന്നില്ല. ഇവിടുന്ന് ജാലിക്കര തോട്ടത്തിൽ വരെ വെളുപ്പിനെ പോകുന്നത്. എങ്ങനെ പോകും ഇവിടുന്ന്? റോഡിൽ നിന്നാലെ കൊണ്ട് നമുക്ക് വാനക്കും. ചിലപ്പോൾ വന്ന് കയറുമ്പോഴായിരിക്കും അറിയുന്നത് എന്തെല്ലാം നാശങ്ങൾ അവിടെ നടത്തുന്നു. ഓടിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര പേരെ ഓടിക്കുന്നു? ഓടി മാറാന്നുള്ള എല്ലാം എന്ത്? എന്റെ പേര് ജോസഫ് എന്നാ. ഞങ്ങളിവിടെ വന്നിട്ട് 10-65 വർഷത്തിൽ കൂടുതലായിട്ട്. ഈ ചെറുകട ഭാഗത്ത് ഇപ്പൊ ആന ധാരാളം ഇറങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. ഒരാഴ്ച 2-3 ദിവസം ഇറങ്ങാത്ത ഒറ്റ ദിവസമില്ല. എല്ലാ ദിവസവും രാത്രി വന്ന് പോവാ. ഇവിടെ നമ്മുടെ ചെയ്ത് ഇറങ്ങിയാലും അപ്പുറത്തവരുടെ ചെയ്ത് ഇറങ്ങും. അങ്ങനെ എവിടെയെങ്കിലും ആന ഇറങ്ങും. തീറ്റ കണ്ടുവച്ചിട്ട് പോകണം. ഇന്നലെ വന്ന ഒരു പിടിയാന ഒറ്റ ആന ഇവിടെ വന്നത്. അല്ലാത്ത ആളത്ത് 5 ആന വന്ന് 3 എണ്ണം അവിടെ ഇറങ്ങി ഈ വാഴ ഇത്ര എടുത്തതും ഇവിടെ ഇത്രയും നാശം ഉണ്ടാക്കിയല്ലേ? അതെ. പക്ഷെ അന്ന് ചാലിക്കരന്ന് ജോലിയും കഴിഞ്ഞ് വന്ന കുറെ ജോലിക്കാർ വന്നോണ്ടല്ലേ ഈ വാഴ തീർത്തും എടുത്തത്. അറിയത്തില്ല. അപ്പൊ എപ്പോ വേണേലും വരും. വീടിന് നാശനഷ്ടമൊന്നുമില്ലല്ലോ. വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടില്ല. തീറ്റ മാത്രം എടുക്കുക. തീറ്റ എടുക്കത്തുള്ളൂ. പെരക്ക് ഇതുവരെ ആരുടെയും കളയോ അങ്ങനെ മനുഷ്യന് ഉപദ്രവമില്ല. അതിങ്ങനെ നമ്മൾ ഓടിക്കാൻ ചെന്നെങ്കിൽ ചില ആന തിരിച്ചു ഓടിക്കും. ചാലിയക്കരയിലെ
ചെറുകടവിലെ കാഴ്ചകളാണ് കണ്ടത്. ആനകൾ ഇറങ്ങി എല്ലാ സ്ഥലത്തും കൃഷി നശിപ്പിച്ചത്. എൻ്റെ കൂടെ ജോസേട്ടനുണ്ട്, കേസിയമ്മാമ്മയുണ്ട്, മുരളിച്ചേട്ടനുണ്ട്. ഇവരെല്ലാം ഈ സ്ഥലത്തെ താമസക്കാരാണ്. അപ്പോൾ വർഷങ്ങളായി താമസിക്കുന്നവരുടെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുനലൂർ താലൂക്കിൽ വരുന്ന ഭാഗമാണ്, തെന്മല 1-ാം വാർഡാണ്. ഇപ്പോൾ അമ്പനാർ ഫോറസ്റ്റ് ഡിവിഷനിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് പത്തനാപുരമാണ്. 2 MLA-മാർ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ല, പ്രശ്നങ്ങൾ വലുതാണ്. ഇവിടുത്തെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കർഷകരാണ് കൂടുതലും. അതുകൊണ്ട് ഈ ചാലിയക്കര, ചെറുകടവ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, പത്തനാപുരം, പുറവന്തൂര് തൊട്ട് എല്ലാ വനഗ്രാമങ്ങളിലും ഇങ്ങനെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വനം വകുപ്പിന് നല്ല കാര്യങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വനവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമല്ല, അധികാരികൾ കൂടി എത്തിക്കുകയാണ്. അപ്പോൾ ചെറുകടവിൽ നിന്നുള്ള ഈ കാഴ്ചകൾ മാത്രമല്ല, ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ പ്രദേശത്തുണ്ട്. തൽക്കാലം ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അടുത്ത വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് കാണാം.